ഹലോ അസ്സലാമു അലൈക്കും. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പേപ്പർ ബാഗ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് തന്നെ പേപ്പർ ബാഗ് ചെയ്തെടുക്കാം. അത് രണ്ട് ടൈപ്പ് രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. കീപ് വാച്ചിങ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നോർമൽ ന്യൂസ് പേപ്പർ യൂസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ബാഗാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൻ്റെ ഇതുപോലെ 2 ലീഫ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ ആദ്യം ഒന്ന് നല്ലോണം ഗ്ലൂ വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ സ്റ്റിക്ക് ചെയ്യുമ്പം അവിടെ ഇങ്ങനെ ചുളിവുകളൊന്നും വരാത്ത രീതിയിൽ ഇതുപോലെ എന്തെങ്കിലും സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ നോക്കുക. അപ്പം വരുന്ന ചുളിവൊക്കെ അതൊന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ നോക്കുക. പിന്നെ ഒരു കാര്യം, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിനുശേഷം നമുക്കിതാ ഈ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇവിടെ തിന്നായിട്ടുള്ള ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ഗ്ലൂ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ അവിടെ ഫുള്ള് സ്റ്റിക്കായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ ജസ്റ്റ് ഒന്നും കൂടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ഒരു ഡബിൾ സൈഡ് തിൻ ടാപ്പ് ഒന്ന് പൊളിച്ചെടുത്തതിന് ശേഷം നമുക്ക് അവിടെ ഈ ഒരു സൈഡ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു സൈഡിൽ നിന്ന് ഒരു 7 സെൻറ്റിമീറ്റർ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ്സ് ഒക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമുക്ക് ആ ഒരു പേപ്പർ ബാഗിന് അടിഭാഗം വരുന്ന ആ ഒരു സൈസാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര സൈസ് വേണമെന്ന് വിചാരിച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് മെഷർമെൻറ്റ് എടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു സൈഡ് ഫുൾ സ്റ്റിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ 2 സൈഡൊന്നും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഒരു ദിവസം അത് ഫുൾ അതൊന്ന് ഡ്രൈ ആവാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫാനൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുക്കാം. കാരണം നമ്മൾ ഫുൾ ഗ്ലൂ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഫുള്ളായിട്ട് ഇങ്ങനെ നനഞ്ഞടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു ന്യൂസ് പേപ്പർ. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഫാനിൻ്റെ അടിയിൽ വെച്ചിട്ട് ഉണക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പേപ്പർ കീറിപ്പോവും. ഓൾറെഡി നല്ലോണം നനഞ്ഞിരിക്കുകയായിരിക്കും നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം. ഈ ഡബിൾ സൈഡ് ടാപ്പ് അങ്ങനെയുള്ള ടാപ്പുകളൊക്കെ യൂസ് ചെയ്യുമ്പം ആ ഒരു പ്രശ്നം വരില്ല. പക്ഷേ നമുക്ക് ഇതിൽ ഏറ്റവും നല്ലത് ഇതുപോലുള്ള ഗ്ലൂസ്, വൈറ്റ് ഗ്ലൂ ഒക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അങ്ങനെ ഇതാ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ ഒരു പേപ്പർ ബാഗ് ഇതാ ഇതുപോലെ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നോർമൽ ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പോൾ നമുക്ക് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം ഒരുപാട് ക്രാഫ്റ്റും അങ്ങനെയൊക്കെ ആയിട്ട് ഹാൻഡ് മെയ്ഡ് ഒരുപാട് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നൊക്കെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐഡിയ ആണ്. നമുക്കിതുപോലെ ഹാൻഡ് മെയ്ഡ് പേപ്പർ ബാഗ് തന്നെ ചെയ്തെടുക്കാം. നമുക്ക് അതിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് കസ്റ്റമറിന് കൊടുക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഹാൻഡ് മെയ്ഡ് പേപ്പർ വെച്ചിട്ട് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ പ്രൊഡക്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു പേപ്പർ ബാഗൊക്കെ. അല്ലാതെ നമ്മളത് പോയിട്ട് വാങ്ങിക്കുന്ന സമയത്ത് കുറച്ചും കൂടെ നല്ലൊരു റേറ്റ് വരുന്നുണ്ടാവും. അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ബഡ്ജറ്റൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിതാ ഈ ഒരു പേപ്പർ ബാഗിന് കൈ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ചെറിയ പീസ് പേപ്പർ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു ഹാൻഡ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഇതുപോലുള്ളൊരു കയറാണ്. അപ്പോൾ ഇത് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള പേപ്പർ ബാഗൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്ന കയറുണ്ടാകും, അത് എടുത്ത് വെച്ചാൽ മതി. അതല്ലെങ്കിൽ നമുക്ക് മക്കളുടെ ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ ഇതുപോലുള്ള കയറ് കാണാൻ പറ്റും, പഴയ ഡ്രസ്സിൻ്റെ മുകളിലൊക്കെ. അത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ഞാനിപ്പം മോൻ്റെ പഴയ ഡ്രസ്സിൻ്റെ മുകളിലുണ്ടായിരുന്ന ഇതുപോലുള്ളൊരു കയറ് വെച്ചിട്ടാണ് ഇതിപ്പോൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യം ഈ കയറ് ഇതിൽ പുറത്തെടുത്ത ശേഷം നമുക്കിതുപോലെ കെട്ടിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക്
നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഒരു സൈഡിൽ ഞാനിതാ ഒരു ഹാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡിലും റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിടിലനായിട്ട് നല്ലൊരു കഴിയും കിട്ടി ഈ ഒരു പേപ്പർ ബാഗിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ നോർമൽ ന്യൂസ് പേപ്പർ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പേപ്പർ ബാഗാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ബ്രൗൺ പേപ്പർ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു പേപ്പർ ബാഗാണ്. അപ്പം ഇതിൽ ചെറിയ ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ട് അവരുടെ പ്രൊഡക്റ്റ് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ഐഡിയ ആണ്. അപ്പോൾ ഇതുപോലുള്ള ബ്രൗൺ പേപ്പർ റോളൊക്കെ നമുക്ക് ആമസോണിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതുപോലെ നമ്മുടെ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നും ഒക്കെ ഇതുപോലെ പേപ്പർ റോള് ബ്രൗൺ പേപ്പറിൻ്റെത് വാങ്ങിക്കാൻ തന്നെ കിട്ടും. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഗ്ലൂ വെച്ചിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ചെറിയൊരു പേപ്പർ ബാഗാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതാ പേപ്പർ ബാഗ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഹാൻഡും കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ ചെയ്ത പോലെ അല്ല ഇതിൻ്റെ ഹാൻഡ് ചെയ്തെടുക്കുന്നത്, വേറൊരു രീതിയിലാണ്. അപ്പം ഇതുപോലെയും നമുക്ക് ഒരു പേപ്പർ ബാഗിൽ ഹാൻഡ് വെച്ച് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇതാ നമ്മുടെ കിടിലനായിട്ട് ഇതാ പേപ്പർ ബാഗ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.